എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ്. അതിന്റെ പാർട്ട് 2 ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കസ് ന്യൂസിഫെറ. എന്താണ്? കോക്കസ് ന്യൂസിഫെറ എന്നാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. കൽപ്പവൃക്ഷം എന്നും വിളിക്കപ്പെടുന്നത് എന്താണ്? കൽപ്പവൃക്ഷം എന്നും വിളിക്കപ്പെടുന്നത് നമ്മുടെ തെങ്ങ് തന്നെയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക പുഷ്പമാണ് ഏത്? കണിക്കൊന്ന. അതിന്റെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല. കാഷ്യ ഫിസ്റ്റുല എന്ന് പറയുന്നത്. കർണികാരം എന്നും അറിയപ്പെടുന്ന പുഷ്പമാണ് കണിക്കൊന്ന. കർണികാരം എന്നും അറിയപ്പെടുന്ന ഏതാണ്? കണിക്കൊന്ന. കണിക്കൊന്ന ദേശീയ വൃക്ഷമായ ഒരു രാജ്യമുണ്ട്. കണിക്കൊന്ന ദേശീയ വൃക്ഷമായിട്ട് കരുതുന്ന രാജ്യമാണ് തായ്ലൻഡ്. കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം. കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. അത് പ്രഖ്യാപിച്ചത് 1961 കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, എലിഫന്റ് എന്നുള്ളതിന്റെ എലിഫസ്. അതുപോലെ മാക്സിമസ്. മാക്സിമം എന്ന് വെച്ചാൽ വലുതെന്നല്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആലോചിച്ചെടുക്കാവുന്നതാണ്. ലോകത്തിലെ ഏക ആന കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ട ആണ് ലോകത്തിലെ തന്നെ ഏക ആനക്കൊട്ടാരം. കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളുടെ കൂടി ഔദ്യോഗിക മൃഗമാണ് ആന? കേരളത്തിന് കൂടാതെ ജാർഖണ്ഡിന്റെയും അതുപോലെ കർണാടകത്തിലെയും ഒക്കെ ഔദ്യോഗിക മൃഗം ആന തന്നെയാണ്. ജാർഖണ്ഡും കർണാടകവും. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എട്രോപ്ല സുരൻടെൻസിസ്. എട്രോപ്ല സുരൻടെൻസിസ് എന്നാണ്. എട്രോപ്ലസ് എന്നാണ് ശരിക്കും. എട്രോപ്ലസ് സുരൻടെൻസിസ് എന്നാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2010 ആണ്. 2010. കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചത് എന്നാണ്? 2010 മുതൽ 2011 വരെയുള്ള സമയത്താണ് കേരള സർക്കാർ കരിമീൻ വർഷമായിട്ട് ആചരിച്ചത്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന് പുറമെ മറ്റേത് സംസ്ഥാനത്തെ കൂടി സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ? അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷിയും മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ്. അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതായത് ഉത്തര അക്ഷാംശവും നമ്മുടെ പൂർവ്വരേഖാംശവും, അതാണ് രണ്ടുമാണ് നോക്കുന്നത്. ഉത്തര അക്ഷാംശം, അതുപോലെ ഇവിടെ പൂർവ്വരേഖാംശം. ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും മധ്യയാണ്. അതുപോലെ പൂർവ്വരേഖാംശം 74 ഡിഗ്രി, ഇത്രയും നോർത്താണ്, ഇത് എന്തിനാണ്? ഈസ്റ്റ് അല്ലെ. 74 ഡിഗ്രി 52 മിനിറ്റിനും അതുപോലെ 77 ഡിഗ്രി 22 മിനിറ്റ് ഈസ്റ്റ്. ഇതാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിന്റെ സ്ഥാനം. ഭൂവിസ്തൃതിയിൽ കേരളത്തിന് സമാനമായ വലിപ്പമുള്ള ലോക രാജ്യം ഏതാണ്? ഭൂവിസ്തൃതിയിൽ കേരളത്തിന് സമാനമായ വലിപ്പമുള്ള ലോക രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? കേരളം എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18 ശതമാനമാണ്. 1.18 ശതമാനമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തൃതിയിൽ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 22 ആണ്. 22ാമത്തെ സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. 2011 സെൻസസ് പ്രകാരമുള്ള കേരളത്തിലെ ജനസംഖ്യയാണ് 3.3 കോടി എന്ന് പറയുന്നത്. അത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്?
രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 2.76, ചിലപ്പോഴൊക്കെ PSCക്ക് 2.8% എന്ന് പറയും, ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്. അപ്പൊ 2.8 അല്ലെങ്കിൽ 2.76% ഈ 3.3 കോടി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 2.8% കേരളത്തിൽ. ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്? അപ്പോൾ വലുപ്പത്തിന്റെ കാര്യത്തിൽ 22ാമത്തെ സ്ഥാനമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ 13ാമത്തെ സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകാരം ലഭിച്ച ഏറ്റവും അധികം നൃത്തരൂപങ്ങളുള്ള സംസ്ഥാനം അത് കേരളമാണ്. കേരളം ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ട നൃത്തങ്ങൾ ഏതെയാണ്? 1 കഥകളി, 2 മോഹിനിയാട്ടം. കഥകളിയും മോഹിനിയാട്ടവും. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ ജയ കേരള കോമളധരണി. ആരാണത് രചിച്ചത്? ബോധേശ്വരൻ. ജയ ജയ കേരള കോമളധരണി. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ പദവി ലഭിച്ച ഭാഷ ഒഡിയ ഭാഷയാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ആ 5 ജില്ലകൾ ഏതൊക്കെയായിരുന്നു? ഇവിടെ വരാവുന്നത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയായിരുന്നു 5 ജില്ലകൾ. കേരളത്തിലെ 13ാമത്തെയും 14ാമത്തെയും ജില്ലകൾ ഏത്? അതായത് ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. അതായത് 14ാമത്തെ ജില്ല 1984 മെയ് 24 കാസർഗോഡ് ഫോം ചെയ്തത്. അതുപോലെ അതിന് തൊട്ടു പിന്നിലുള്ളത് അല്ലെങ്കിൽ 13ാമത്തെ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. 1982 നവംബർ 1 പത്തനംതിട്ട ഫോം ചെയ്തത്. കേരളത്തിന്റെ കിഴക്കേ അതിരായ പർവ്വതനിര. കേരളത്തിന്റെ കിഴക്കേ അതിരായ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി. കേരളത്തിന്റെ ആകെ ഭൂപ്രദേശങ്ങളുടെ 48% വരുന്ന ഭൂവിഭാഗം ഏതാണ്? മലനാട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഭൂപ്രദേശം എന്ന് പറയുന്നത് മലനാട്, ഇടനാട് അങ്ങനെ വരുന്നു. അതിൽ ഏതാണ് 48% അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത്? മലനാടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇടനാടാണ്. 41.76% വരുന്നത് ഏതാണ്? ഇടനാട്. ഇനി വരുന്നത് തീരപ്രദേശമാണ്, തീരദേശം, കോസ്റ്റൽ ഏരിയ. അത് എത്ര ശതമാനമേ ഉള്ളൂ? 10.24%. മലനാട്, ഇടനാട്, തീരദേശം അങ്ങനെ 3 ഭാഗങ്ങളാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉള്ളത്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. കടൽ തീരമുള്ള എത്ര ജില്ലകളാണ് കേരളത്തിനുള്ളത്? കടൽ തീരമുള്ള 9 ജില്ലകൾ കേരളത്തിനുണ്ട്. 9 ജില്ലകൾക്ക് കടൽ തീരം ഉണ്ട്. അപ്പോൾ 5 ജില്ലകൾക്ക് കടൽ തീരം ഇല്ല. കടൽ തീരം ഉള്ള ജില്ലകൾ ഏതൊക്കെയാണ്? ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ആണ് 9 ജില്ലകളുള്ളത്. അവയ്ക്കെല്ലാം എന്തുണ്ട്? കടൽ തീരം ഉണ്ട്. ഇത് ഏത് കടലാണ് ഈ ഭാഗത്ത് വരുന്നത്? അറബിക്കടൽ അല്ലെ. അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ? അപ്പൊ ഇവിടെ നോക്കുക, കടൽ തീരം ആയിട്ട് ബന്ധം വരാത്ത ജില്ലകൾ ഏതൊക്കെയാന്ന് നോക്കുക. ഒന്നിവിടെ പത്തനംതിട്ട, അടുത്തത് ഇവിടെ കാണാം ഇടുക്കി, അതുപോലെ കോട്ടയം. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പിന്നെ വരുന്നത് പാലക്കാട്, വയനാട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് കടൽ തീരം ഇല്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? അത് കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായാണ് കേരളത്തിന് അതിർത്തിയുള്ളത്?
ഏതൊക്കെ സംസ്ഥാനങ്ങളുമായാണ് കേരളം അതിർത്തി പങ്കിടുന്നത്? 1 തമിഴ്നാട്, 2 കർണാടകം. കേരളത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗം ഏതാണ്? കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗം കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? മാഹി. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, അതായത് തമിഴ്നാടുമായിട്ടും അതുപോലെ തന്നെ കർണാടകവുമായിട്ടും ആ 2 സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നത് ഏതാണ്? വയനാട്. കടൽത്തീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോട്ടയം. കടൽത്തീരവും ഇല്ല, എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നും ഇല്ല. ഏത്? കോട്ടയം ജില്ല. മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ടാണ് കോട്ടയം ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏതാണ്? മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഭൂവിസ്തൃതിയുടെ 65% വരുന്ന ഭാഗത്ത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഈ ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി ചെമ്മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ചെമ്മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കരിമണ്ണ് കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിലെ മണ്ണ് മ്യൂസിയം ഉണ്ട്, അത് തിരുവനന്തപുരത്തെ പാറാട്ടുകോണത്താണ്. പാറാട്ടുകോണം. ഈ പാറാട്ടുകോണത്താണ് കേരളത്തിലെ സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി. സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി ഉള്ളത് പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.